നഗരസഭയിൽ CCTV തകരാറിലാക്കി രാത്രിയിൽ അനധികൃതമായി നഗരസഭാ ചെയർമാന്റെയും എഞ്ചിനീയറുടെയും മുറികളിൽ അജ്ഞാതർ കയറുകയും ഫയലുകൾ പരിശോധിക്കുകയും ചെയ്തു എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് നഗരസഭ LDF പാർലമെന്ററി പാർട്ടി ആവശ്യപ്പെട്ടു. നഗരസഭയിൽ അന്ന് രാത്രിയിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ആളിനോട് ഇത് സംബന്ധിച്ച വിശദീകരണം തേടുകയോ നടപടി സ്വീകരിക്കുകയോ ചെയ്യാതെ ഇത്തരമൊരു സംഭവത്തിൽ പുകമറ സൃഷ്ടിച്ച് ആരോപണം ഉന്നയിക്കാനാണ് UDF ഭരണ നേതൃത്വം ശ്രമിക്കുന്നത്. മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട ഫയൽ ഈ മാസം 3-ാം തീയതി നഗരസഭാ ചെയർമാൻ ഒപ്പിട്ട് കൈപ്പറ്റിയിട്ടുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു. കായംകുളം നഗരസഭയിൽ CCTV തകരാറിലാക്കി രാത്രിയിൽ അനധികൃതമായി നഗരസഭാ ചെയർമാന്റെയും എഞ്ചിനീയറുടെയും മുറികളിൽ അജ്ഞാതർ കയറുകയും ഫയലുകൾ പരിശോധിക്കുകയും ചെയ്തു എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് നഗരസഭ LDF പാർലമെന്ററി പാർട്ടി ആവശ്യപ്പെട്ടു. അവിടെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബൃഹത്തായ പദ്ധതിയാണ് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭരണകാലത്ത് കായംകുളം നഗരസഭയെ നടപ്പാക്കിയത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മാലിന്യ സംസ്കരണ പ്ലാന്റ്. ആ പ്ലാന്റുമായി ബന്ധപ്പെട്ട് അനാവശ്യമായ വിവാദം ഉയർത്തിക്കൊണ്ടുവരുന്നതിനാണ് ഇത്തരം ഒരു നാടകം UDF ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പറയുന്നത് 12-ാം തീയതി രാവിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വന്നപ്പോൾ അവരുടെ ഓഫീസ് ഫയലുകളെല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുന്നു. അതിനെ തുടർന്ന് അവർ സെക്രട്ടറിക്ക് പരാതി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറി പോലീസിന് പരാതി നൽകി അങ്ങനെയുള്ള അന്വേഷണം ആരംഭിച്ചു എന്നാണ് UDF പാർലമെൻ്ററി പാർട്ടിയും ഭരണ നേതൃത്വവും പറയുന്നത്. എന്നാൽ 3-ാം തീയതി തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഫയൽ മുനിസിപ്പൽ ചെയർമാൻ അവധിയിലായിരുന്ന അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പക്കൽ നിന്നും മറ്റൊരു ഉദ്യോഗസ്ഥൻ വഴി ഏറ്റുവാങ്ങി കൈവശം വച്ചിരിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് വളരെ സമഗ്രമായൊരു അന്വേഷണം നടത്തി യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക എന്നാണ് LDFൻ്റെ ആവശ്യം. അതിനുവേണ്ടി ഏത് അന്വേഷണത്തെ നേരിടാൻ LDF എന്ന രൂപത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രൂപത്തിൽ ഞങ്ങൾ ഏതറ്റം വരെ പോകാൻ തയ്യാറാണെന്നാണ് ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. നഗരസഭ ഇപ്പോൾ ഭരിക്കുന്നത് UDF ആണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ നഗരസഭയിൽ രാത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആളിനോട് വിശദീകരണം തേടേണ്ടതാണ്. എന്നാൽ അത്തരത്തിൽ വിശദീകരണം തേടുകയോ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. സംഭവത്തിന്റെ പേരിൽ പുകമറ സൃഷ്ടിച്ച് ആരോപണം ഉന്നയിക്കാനാണ് UDF ഭരണ നേതൃത്വം ശ്രമിക്കുന്നത്. ഇതിൽ ദുരൂഹതയുണ്ട്. മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ടുള്ള ഫയലാണ് തിരഞ്ഞത് എന്ന പ്രസ്താവന നടത്തുന്നത് ആ പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും LDF നേതാക്കൾ പറഞ്ഞു. മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട ഫയൽ ജനുവരി മാസം 3-ാം തീയതി നഗരസഭ എഞ്ചിനീയർ അവധിയിലായിരുന്ന ദിവസം ബന്ധപ്പെട്ട സെക്ഷനിൽ നിന്നും നഗരസഭാ ചെയർമാൻ തന്നെ വാങ്ങിയെടുത്തിട്ടുള്ളതും കൈപ്പറ്റി രസീത് ഒപ്പിട്ട് നൽകിയിട്ടുള്ളതുമാണ്. അതിനുശേഷം ജനുവരി മാസം 7-ാം തീയതി LSGD ചീഫ് എഞ്ചിനീയർ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ തുടർ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് യോഗം വിളിച്ചപ്പോൾ മുനിസിപ്പൽ എഞ്ചിനീയറും അസിസ്റ്റന്റ് എഞ്ചിനീയറും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഈ ഫയൽ ഇല്ലാതെയാണ് യോഗത്തിൽ പങ്കെടുത്തത്. ഫയൽ പോലും ഇല്ലാതെ യോഗത്തിൽ പങ്കെടുത്ത നടപടിയെ ചീഫ് എഞ്ചിനീയർ പരിഹസിച്ചതായാണ് പുറത്തുവരുന്ന വിവരം. തുടർന്ന് ജനുവരി 12-ാം തീയതി ചെയർമാന്റെയും മുനിസിപ്പൽ എഞ്ചിനീയറുടെയും മുറിയിൽ അജ്ഞാതർ ഫയൽ പരിശോധന നടത്തിയെന്ന നിലയിൽ പരാതി ഉയരുകയും ചെയ്യുന്നത് കൂടുതൽ ദുരൂഹത ഉയർത്തുന്നു. LDF ഭരണകാലത്ത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് അതിബൃഹത്തായ പദ്ധതികളാണ് നഗരസഭയിൽ നടപ്പാക്കിയിട്ടുള്ളത്. ഇതിനെ തകർക്കാനാണ് UDF ശ്രമിക്കുന്നതെന്നും LDF നേതാക്കൾ പറഞ്ഞു. LDF പാർലമെന്ററി പാർട്ടി നേതാക്കളായ S. കേശുനാഥ്, A. നസീർ, മിനി സലീം, A. അബ്ദുൾ ജലീൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.